മോദി വിചാരിച്ചാൽ കേരളത്തിൽ ഒരു ചുക്കും നടക്കില്ല എന്ന് മാത്രമല്ല, കേരളത്തിന് വേണ്ടി മോദി സർക്കാർ ഒന്നും ചെയ്യുകയുമില്ല. അതിന് ഒന്നുകൂടി അടിവരയിടുകയാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവം. കേരളത്തിനോട് വളരെ കാലമായി ദുർമുഖം കാണിച്ചിരുന്ന നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസമാണ് വിഴിഞ്ഞത്ത് ഹാർബർ ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് വലിയ വായിൽ എന്തൊക്കെയോ പ്രസംഗിച്ച് തിരിച്ചു പോവുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം നൽകിയ ഒരു വാഗ്ദാനവും നടക്കാൻ പോകുന്നില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് വികസനത്തിൽ കൂടെ നിൽക്കുമോ എന്ന പിണറായി വിജയന്റെ ചോദ്യത്തിന് മോദി ആക്കിയ ചിരി ചിരിച്ചത്. ഇത് വളരെയധികം സങ്കടമുണ്ടാക്കുന്ന ഒന്നാണെങ്കിലും തങ്ങൾക്ക് മുൻപിലേക്കുള്ള ഊർജമാണ് മോദിയുടെ ആ ചിരി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനവും കേന്ദ്രവും വികസിത കാര്യങ്ങളിൽ ഏകോപിതമായി നീങ്ങണമെന്നും വിഴിഞ്ഞം അതിന് ഉദാഹരണമാണെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. ആ വാക്കുകൾക്ക് നന്ദി പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി മറുപടി ചിരിയിലൊതുക്കി. ആ ചിരിയുടെ അർത്ഥം എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പാലക്കാട് സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിമാനത്തിൽ കയറുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിനോട് താൻ പറഞ്ഞു, ഇവിടെ വന്നതിന് നന്ദി, അവസാനം പറഞ്ഞ വാചകത്തിനും നന്ദി, കേന്ദ്രവും സംസ്ഥാനവും ഒന്നിച്ച് വികസന കാര്യങ്ങളിൽ ഏകോപിതമായി നീങ്ങണമെന്ന് പറഞ്ഞതിന് പ്രത്യേകം നന്ദി. അദ്ദേഹം മറുപടി പറഞ്ഞില്ല, വലിയൊരു ചിരിയായിരുന്നു മറുപടി. എന്തുകൊണ്ടാണ് ചിരിയിൽ ഒതുക്കിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കാലയളവിൽ നമുക്ക് കാണാൻ കഴിയാതിരുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ആ വാചകത്തിൽ ഉണ്ടായിരുന്നത്. പിണറായി വിജയൻ പറയുന്നു, അല്ലേലും ഒന്നും പറയാനില്ലാത്തപ്പോൾ ഈ ചിരി തന്നെയാണ് നല്ലത്. ഞങ്ങളുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ട് കേരളം നന്നാവാൻ പോകുന്നില്ല എന്നത് തന്നെയാണ് ആ ചിരിയുടെ അർത്ഥം. ഓരോ പ്രതിസന്ധികളിലും സർക്കാർ മുന്നോട്ട് പോയിട്ടുണ്ടെന്നും കേന്ദ്രത്തിന്റെ ശ്വാസം മുട്ടിക്കുന്ന നടപടി ഉണ്ടായിട്ടും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് തനത് വരുമാനം വർദ്ധിപ്പിച്ചത് കൊണ്ടാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. സർക്കാരിനെതിരെ ഒന്നും പറയാൻ കഴിയാതെയായപ്പോൾ കടം വർദ്ധിച്ചു എന്നതായിരുന്നു പ്രതിപക്ഷവും BJPയും കണ്ടെത്തിയ അടുത്ത കുറ്റം. വികസന പ്രവർത്തനത്തിൽ കേന്ദ്ര വിഹിതം കുറയുകയും സംസ്ഥാന വിഹിതം കൂടുകയുമാണ് ചെയ്തത്. കേന്ദ്ര സംസ്ഥാന പദ്ധതികളിൽ കേരളത്തിന്റെ വിഹിതം കഴിഞ്ഞ വർഷം 70% വർദ്ധിക്കുകയുണ്ടായി. അടുത്ത വർഷം അത് 75% ഉയരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. LDF സർക്കാർ 9 വർഷം പൂർത്തിയാക്കി 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ LDF പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ ഓരോ പദ്ധതികളും പരിശോധിച്ചാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് തന്നെ. നിരവധി പ്രതിസന്ധികൾ സർക്കാർ തരണം ചെയ്തിട്ടുമുണ്ട്. ഇതെല്ലാം കൊണ്ട് മാത്രമാണ് 3ാം തവണയും ഇടതു സർക്കാർ തന്നെ ഭരണത്തിൽ വരുമെന്ന് ജനങ്ങൾ പറയുന്നത് പോലും. കേരളത്തിലെ സർവ്വ മേഖലയും തകർന്ന കാലത്താണ് 2016-ൽ ഇടതു മുന്നണി ഭരണത്തിൽ വന്നത്. നടക്കില്ല എന്ന് കേരളം കരുതിയ പലതും ഇടതു ഭരണം യാഥാർത്ഥ്യമാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ മോദിയുടെ ഒരു പരിപ്പും കേരളത്തിൽ വേവില്ല. ഇനി IT മേഖലയിലാണെങ്കിൽ വൻ കുതിപ്പ് തന്നെയാണ് കേരളം നടത്തിയിട്ടുള്ളത്. IT കയറ്റുമതി 2016-ൽ 34,123 കോടി രൂപ ആയിരുന്നത് ഇന്നിപ്പോൾ 90,000 കോടി രൂപയായി ഉയർത്താൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് മേഖലയിലും സംസ്ഥാനത്ത് വൻ മുന്നേറ്റം ഉണ്ടായി എന്ന് വേണം പറയാൻ. ഇതിനൊന്നും ഒപ്പം നിൽക്കാതെ ജനങ്ങളുടെ മുൻപിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ക്യാമറയ്ക്ക് മുൻപിൽ ചിരിച്ചു കാണിക്കുന്ന ആട്ടിൻതോലിനുള്ളിലെ യഥാർത്ഥ മൃഗത്തെ ജനങ്ങൾ താമസിയാതെ തന്നെ തിരിച്ചറിഞ്ഞു.